നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയിട്ട് 1000 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അതിലുപരി ഈ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു എന്നതാണ് നിർണായകം. റഷ്യൻ മണ്ണിലേക്ക് കയറിയടിക്കാൻ ഉക്രൈന് അനുവാദം നൽകിയിരിക്കുകയാണ് ജോ ബൈഡൻ. അപ്പോൾ ഇത്രയും നാളത്തെ യുദ്ധത്തിൽ അങ്ങനെ ഒരു അനുവാദം ഇല്ലായിരുന്നോ എന്ന ചോദ്യം വരാം. യുക്രൈന് റഷ്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് ഒരു ആക്രമണം നടത്തണമെങ്കിൽ നാറ്റോ അംഗരാജ്യങ്ങളുടെ അനുവാദം വേണം. കാരണം യുദ്ധത്തിന് ആവശ്യമായ ആയുധവും പണവും എല്ലാം സപ്ലൈ ചെയ്യുന്നത് അവരാണ്. ആ നിലയ്ക്ക് തീർച്ചയായും അവരുടെ ആയുധം എങ്ങനെ എവിടെ ഉപയോഗിക്കണമെന്ന് അവർ തീരുമാനിക്കും. നാറ്റോ എന്നൊക്കെ ഒരു അലങ്കാരത്തിന് ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ, കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അമേരിക്കയാണ്. അങ്ങനെ ജോ ബൈഡൻ സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് എടുത്ത ഒരു സുപ്രധാന തീരുമാനമാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം. അതായത് യുക്രൈൻ ഇനിമേൽ അമേരിക്കൻ നിർമ്മിത ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം റഷ്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് തൊടുത്തുവിടാം എന്ന അനുവാദമാണ് ജോ ബൈഡൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവിടെ ലോകം ഇതിനെ സംശയദൃഷ്ടിയോടെ നോക്കുന്നത് ഇത്രയും നാൾ നൽകാത്ത ഒരു അനുവാദം സ്ഥാനം ഒഴിയാൻ പോകുന്ന സമയത്ത് നൽകുന്നതിന്റെ കാരണം എന്താണ് എന്നതാണ്. ഇവിടെയും സ്വാഭാവികമായി ചിലർക്കെങ്കിലും മറ്റൊരു സംശയം തോന്നിയേക്കാം. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, ഇതുവരെയും ജോ ബൈഡൻ സ്ഥാനം ഒഴിഞ്ഞില്ലേ എന്നൊക്കെയാണ്. ഇതിന്റെ കാരണം അമേരിക്കൻ ഭരണഘടനയിലെ 20ാമത്തെ ഭേദഗതിയാണ്. അതനുസരിച്ച് ജനുവരി 20-ലാണ് പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുന്നത്. അതുവരെ പഴയ പ്രസിഡന്റിന് ഭരണത്തിൽ തുടരുകയും നയപരമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. ഇതൊരു നല്ല ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അധികാരം നഷ്ടപ്പെട്ട ആൾ എന്തും ചെയ്യും, അല്ലെങ്കിൽ ചെയ്യിക്കും. ഇവിടെയാണ് ജോ ബൈഡനെ കുറിച്ച് പണ്ട് മുതലേ പറഞ്ഞു കേൾക്കുന്ന ഒരു അഭ്യൂഹത്തിന്റെ പ്രസക്തി. അത് ഇദ്ദേഹം ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റാണ് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പരമാധികാരമുള്ള രാജ്യവും അവിടുത്തെ ഭരണകൂടത്തെയുമാണ്. ഡീപ് സ്റ്റേറ്റ് എന്നത് അവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന ശക്തികൾ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ചില ബിസിനസ്സുകാരും മാധ്യമങ്ങളും ആയുധ ലോബിയും രഹസ്യാന്വേഷണ ഏജൻസിയിലെ അംഗങ്ങളുമൊക്കെ പെടും. ഇവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയാൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കും എന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. ഇത് തീർച്ചയായും ഡീപ് സ്റ്റേറ്റിലെ അംഗങ്ങളെ അസ്വസ്ഥരാക്കി എന്ന് വേണം കരുതാൻ. അതായിരിക്കാം ജോ ബൈഡൻ യുക്രൈൻ ഇപ്പോൾ ഇങ്ങനെ ഒരു അനുമതി കൊടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ ജോ ബൈഡനെ കൊണ്ട് ഇങ്ങനെ ഒരു അനുമതി കൊടുപ്പിക്കാനുള്ള കാരണവും. ഇതും കൂടാതെ $275 മില്യൺ സഹായമാണ് US യുക്രൈന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റമായ ഹിമാഴ്സിന്റെ 39 എണ്ണം യുക്രൈന് നൽകി കഴിഞ്ഞു. റഷ്യൻ മണ്ണിലേക്ക് മിസൈലുകൾ തൊടുത്തുവിടാനുള്ള അനുമതിക്കായി യുക്രൈൻ വളരെ നാളായി കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആ അനുമതി കിട്ടിയതെന്ന് മാത്രം. ഇതിനിടയിൽ മറ്റൊരു വാർത്തയും വരികയുണ്ടായി. അത് 10,000-ഓളം ഉത്തര കൊറിയൻ സൈനികർ റഷ്യൻ സൈന്യത്തെ സഹായിക്കാനായി യുക്രൈനിൽ എത്തിച്ചേർന്നു എന്നതായിരുന്നു. ഇതാണ് യുക്രൈന് കടന്നാക്രമണത്തിനുള്ള അനുമതി നൽകാനുള്ള കാരണമായി അമേരിക്ക ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെയൊരു അനുമതി കിട്ടിയതിന്റെ പിറ്റേ ദിവസം തന്നെ യുക്രൈൻ 6 ATACMSകളാണ് റഷ്യയിലേക്ക് തൊടുത്തുവിട്ടത്. ATACMS മിസൈലുകൾ 1991-ലെ ഗൾഫ് യുദ്ധത്തിലും 2003-ലെ ഇറാഖ് യുദ്ധത്തിലുമൊക്കെ വിജയകരമായി ഉപയോഗിച്ച ഒരു ആയുധമാണ്. എന്നാൽ ഇവിടെ യുക്രൈൻ തൊടുത്തുവിട്ട 6 എണ്ണത്തിൽ 5 എണ്ണവും റഷ്യ വിജയകരമായി തടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഒരെണ്ണം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തീപിടിക്കുകയും തുടർന്ന് റഷ്യയുടെ ആയുധപ്പുരയ്ക്ക് മേൽ പതിക്കുകയുമായിരുന്നു. ഇതിൽ ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് റഷ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇതിനോടുള്ള ഒരു പ്രതികരണം എന്നോണം റഷ്യയും അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആണവശക്തി അല്ലാത്ത ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ഇവർക്ക് നേരെ ആണവായുധം പ്രയോഗിക്കേണ്ടതില്ല എന്നതായിരുന്നു ഇതുവരെയുള്ള റഷ്യയുടെ നയം. എന്നാൽ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ആണവശക്തി അല്ലാത്ത രാജ്യമാണെങ്കിൽ പോലും റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ആണവശക്തികളുടെ സഹായത്തിലാണെങ്കിൽ അത് ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരു കാരണമായി കണക്കാക്കും. ഇതാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ യുദ്ധം പുതിയൊരു ഘട്ടത്തിലേക്ക് നീങ്ങി എന്നുള്ളതിന്റെ അർത്ഥം. ഇവിടെയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശക്തി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടത്. അമേരിക്ക 1-ാം സ്ഥാനക്കാരനായിട്ടും റഷ്യ 2-ാം സ്ഥാനക്കാരനായിട്ടുമാണ് ഗ്ലോബൽ റാങ്കിങ് കാണിക്കുന്നത്. അമേരിക്കയുടെ സൈനിക ബഡ്ജറ്റും GDPയും ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ വളരെ താഴെയാണ്. പക്ഷേ ആണവ പോർമുനകളുടെ കാര്യത്തിൽ റഷ്യയാണ് മുന്നിൽ. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് അമേരിക്കയുടെ കൈവശം 5044 ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ റഷ്യയുടെ കൈവശം ഇത് 5580 ആണ്. ഇതിൽ ഏറ്റവും നമ്മൾ എടുത്തു കാണേണ്ടത് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പണുകളുടെ എണ്ണമാണ്. ന്യൂക്ലിയർ വെപ്പണുകൾ സ്ട്രാറ്റജിക്കുമുണ്ട്, ടാക്ടിക്കലുമുണ്ട്. സ്ട്രാറ്റജിക്കുകളേക്കാൾ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ആണ്.
കാരണം സ്ട്രാറ്റജിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് എന്നുള്ളത് വളരെയധികം സ്ഫോടകശേഷി ഉള്ളതും വളരെ ദൂരത്തേക്ക് നിക്ഷേപിക്കാവുന്നതും അതുപോലെ തന്നെ വലിയൊരു നഗരത്തെ അപ്പാടെ ചുട്ടരിക്കാനുമൊക്കെ ശേഷിയുള്ളവയാണ്. എന്നാൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കാര്യം അങ്ങനെയല്ല. അത് വളരെ ചെറിയൊരു ഏരിയയിൽ മാത്രമേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശത്രുക്കളുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയൊക്കെ ഉപയോഗിക്കാം. സിവിലിയൻസിനുണ്ടാവുന്ന നാശനഷ്ടം പൊതുവെ കുറവായിരിക്കും. കൂടുതലും സിവിലിയൻസിന് നാശനഷ്ടം ഉണ്ടാകുമ്പോഴൊക്കെയാണ് അതൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി മാറുന്നത്. അതുകൊണ്ട് യുദ്ധഭൂമിയിൽ എന്തുകൊണ്ടും ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസിനാണ് കൂടുതൽ പ്രായോഗികത. റഷ്യയ്ക്ക് ഇത് ഏകദേശം 1600-നടുത്ത് എണ്ണമുണ്ട്. അമേരിക്കയ്ക്കാകട്ടെ 200-നടുത്ത് മാത്രമേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പണുകൾ എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇങ്ങനെ എണ്ണം കൂടുതൽ റഷ്യയ്ക്കുണ്ട് എന്ന് പറയുമ്പോഴും സാങ്കേതിക തികവിൻ്റെ കാര്യത്തിൽ ഒരല്പം മുന്നിൽ നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് അവരുടെ സൈനിക ബഡ്ജറ്റും അതുപോലെ തന്നെ GDPയുടെ വളർച്ചയും ഒക്കെ തന്നെയാണ്. 2023 താരതമ്യം ചെയ്യുമ്പോൾ 2024 റഷ്യയ്ക്ക് യുക്രൈനിലേക്ക് കൂടുതൽ കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 പിടിച്ചടക്കിയതിൻ്റെ 6 ഇരട്ടി സ്ഥലമാണ് റഷ്യ യുക്രൈനിൽ 2024 പിടിച്ചടക്കിയത്. ഏതായാലും ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് കളത്തിലിറങ്ങിയാൽ കളി മാറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോഴേ തന്നെ കീവിലുള്ള അമേരിക്കൻ എംബസിയൊക്കെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. റഷ്യൻ മണ്ണിലേക്ക് 6 ATACMSകൾ അയച്ച് അധികം വൈകുന്നതിന് മുൻപ് തന്നെ യുക്രൈൻ UK നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും റഷ്യയിലേക്ക് തൊടുത്തുവിട്ടു. ഞാൻ ഈ വീഡിയോ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ റഷ്യൻ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും യുദ്ധം കൊണ്ട് ആരും ഒന്നും നേടുന്നില്ല എന്നതാണ് ആത്യന്തികമായ സത്യം. ലോകത്തിന് നന്മ വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ജയ് ഹിന്ദ്.